നമസ്കാരം. അധ്യാത്മരാമായണം ഗദ്യപാരായണം 18-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ സുഗ്രീവൻ്റെ ആജ്ഞാനുസരണം ഹനുമാനും മറ്റു വാനരന്മാരും കൂടി സീതയെ അന്വേഷിച്ച് പോയ ഭാഗമാണ് വായിച്ചത്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് അവരുടെ വഴിയിൽ വെച്ചിട്ട് അവർ സമ്പാദ്യം കണ്ടുമുട്ടിയിട്ടുള്ള ഭാഗമാണ്. സമ്പാദ്യവാക്യം അത് വായന തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. സമ്പാദ്യവാക്യം. അപ്പോൾ മഹേന്ദ്രപർവ്വതത്തിലെ ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു കഴുകൻ പതുക്കെ പുറത്തു വന്നു. വൃദ്ധനും പർവ്വതശ്രേഷ്ഠനെ പോലെ പൊക്കമേറിയതുമായ രൂപത്തോടു കൂടിയ ആ കഴുകൻ തറയിൽ കിടക്കുന്ന വാനരക്കൂട്ടത്തെ കണ്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞു, ചിറകുകളില്ലാത്ത എനിക്ക് ദൈവം ഇത്രയധികം ഭക്ഷണം എത്തിച്ചു തന്നത് ഭാഗ്യം തന്നെ. മുൻപേ മരിക്കുന്നതിന് ഓരോ ദിവസം തൃപ്തിയോടെ ഭക്ഷിക്കാം. കഴുകൻ്റെ വാക്കുകൾ കേട്ട് പരിഭ്രാന്തരായ വാനര സമൂഹം പരസ്പരം പറഞ്ഞു, ഈ പർവ്വതതുല്യനായ കഴുകൻ നമ്മെയെല്ലാം കൊത്തി വിഴുങ്ങും. നാം എല്ലാം മരിക്കാറായി. വിധിയെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. നമ്മളെ കൊണ്ട് കാര്യവും സാധിച്ചില്ല. കർമ്മദോഷങ്ങളെ എന്തു പറയാനാണ്? ശ്രീരാമദേവൻ്റെ കാര്യം നമ്മൾ സാധിച്ചതുമില്ല. ഈ കഴുകൻ കാരണം മരണമുണ്ടാകുന്നത് നാം മഹാപാപികളായതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവായ ജടായുവിൻ്റെ നന്മകൾ പറഞ്ഞറിയിക്കത്തക്കതല്ല. അവൻ്റെ പുണ്യത്തെ വർണ്ണിക്കാൻ പ്രയാസമാണ്. അവൻ്റെ പുണ്യം മറ്റാർക്കെങ്കിലും കിട്ടുമോ? ശ്രീരാമകാര്യത്തിനു വേണ്ടി മരിച്ച അവൻ രാമപാദങ്ങളിൽ തന്നെ ചേർന്നു. പക്ഷിയാണെങ്കിലും ശ്രീരാമദേവൻ്റെ അനുഗ്രഹത്താൽ അവന് മോക്ഷം ലഭിച്ചു. വാനരന്മാരുടെ സംഭാഷണം കേട്ട് വിസ്മയം പൂണ്ട സമ്പാദി ആനന്ദത്തോടെ ചോദിച്ചു, എൻ്റെ കർണങ്ങൾക്ക് അമൃത സമാനമായ ജഡായു എന്ന വാക്ക് പറഞ്ഞതാരാണ്? നിങ്ങൾ ആരാണ്? എന്താണ് പരസ്പരം പറയുന്നത്? ഭയപ്പെടാതെ ഇങ്ങു വരുവിൻ. ഈ വാക്കുകൾ കേട്ട് അംഗദൻ സമ്പാദിയുടെ മുന്നിൽ ചെന്ന് ശ്രീരാമപാദങ്ങളെ മനസ്സാ വണങ്ങിക്കൊണ്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞു, മഹാവിഷ്ണു സൂര്യവംശജാതനായ ദശരഥൻ്റെ പുത്രനായ ശ്രീരാമനായി അവതരിച്ചു. അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ആജ്ഞയാൽ അനുജനായ ലക്ഷ്മണനോടും പത്നിയായ സീതാദേവിയോടുമൊപ്പം തപസ്സു ചെയ്യാനായി വനത്തിലെത്തി. അക്കാലത്ത് രാക്ഷസ രാജാവായ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. രാമലക്ഷ്മണന്മാരെ പിരിഞ്ഞ സീതാദേവി അരമുറയിട്ടത് കേട്ട് പക്ഷിശ്രേഷ്ഠനായ ജഡായു ചെന്ന് രാവണനോട് എതിരിട്ടു. ജഡായുവിനെ കൊണ്ട് വലഞ്ഞ രാവണൻ തൻ്റെ ചന്ദ്രഹാസം കൊണ്ട് ആ പക്ഷിശ്രേഷ്ഠൻ്റെ ചിറക് വെട്ടിക്കളഞ്ഞു. നിലത്തു പിടഞ്ഞു വീണ പക്ഷിശ്രേഷ്ഠനെ ഭർത്താവിനെ കണ്ടു വിവരമെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ നിനക്ക് മരണം സംഭവിക്കുകയുള്ളൂ എന്ന് സീതാദേവി അനുഗ്രഹിച്ചു. സീതാദേവിയുടെ അനുഗ്രഹത്താൽ ജഡായു ശ്രീരാമനെ കണ്ട് വൃത്താന്തമെല്ലാം അറിയിച്ച ശേഷം ശ്രീരാമപാദം പൂകി. അതിനുശേഷം ശ്രീരാമൻ സുഗ്രീവനുമായി അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു. ഉടൻ തന്നെ ശ്രീരാമൻ ബാലിയെ വധിച്ച് സുഗ്രീവന് രാജ്യവും നൽകി. വാനര രാജാവായ സുഗ്രീവൻ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനായി 4 ദിക്കുകളിലേക്കും ഓരോ വാനരന്മാരെ വീതം അയച്ചു. ദക്ഷിണ ദിക്കിലേക്ക് ഞങ്ങളും പോന്നു. പക്ഷേ രാവണനെ എങ്ങും കണ്ടില്ല. 30 ദിവസത്തിനകം സീതാദേവിയെ കണ്ടെത്തിയിട്ട് മടങ്ങിച്ചെന്നില്ലെങ്കിൽ വാനര രാജാവ് വധശിക്ഷ നൽകും. പാതാളത്തിൽ പ്രവേശിച്ച് ദിവസങ്ങൾ പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് മരിക്കാനായി ദർഭ വിരിച്ച് കിടക്കുമ്പോഴാണ് ഭവാനെ കണ്ടത്. സീതാദേവിയെക്കുറിച്ച് വല്ല വിവരവും അങ്ങേക്ക് അറിയാമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങളുടെ വൃത്താന്തങ്ങളെല്ലാം ഈ വിധമാണെന്ന് മനസ്സിലാക്കിയാലും. അംഗദൻ്റെ വാക്കുകൾ കേട്ട് സമ്പാദി സന്തോഷത്തോടെ അവരോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായിരുന്നു ജഡായു. ഞാൻ അവനെ പിരിഞ്ഞിട്ട് കുറേ കാലമായി. ഞാനിന്ന് അനേകായിരം വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ സഹോദരനെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുന്നത്. എൻ്റെ സഹോദരന് ഉദകക്രിയകൾ ചെയ്യുന്നതിനായി എന്നെ ജലത്തിനടുത്തേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് ഉദകക്രിയകൾ ചെയ്യിക്കണം. നിങ്ങൾക്ക് ഞാൻ വാക്കുകൾ കൊണ്ട് സഹായം ചെയ്യാം. വാനരന്മാർ സമ്പാദിയെ എടുത്ത് സമുദ്രതീരത്ത് കൊണ്ടുചെന്നു വെച്ചു. കടലിൽ കുളിച്ച് തൻ്റെ സഹോദരന് വേണ്ടി ബലിതർപ്പണം നടത്തിയ സമ്പാദിയെ വാനരന്മാർ വീണ്ടും എടുത്ത് പഴയ സ്ഥാനത്ത് എത്തിച്ചു. സ്വസ്ഥനായ സമ്പാദി ജാനകിയുടെ വൃത്താന്തങ്ങൾ പറഞ്ഞു തുടങ്ങി. സമുദ്രമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പൊക്കമേറിയ ത്രികുടാചലത്തിൻ്റെ മുകളിലായി ലങ്കാപുരിയുണ്ട്. അവിടെ വലിയ അശോകവനത്തിൽ രാക്ഷസികളുടെ മധ്യത്തിൽ സീതാദേവി വസിക്കുന്നു. ഇവിടെ നിന്നും അവിടേക്ക് ഒരു 100 യോജന ദൂരമുണ്ട്. കഴുകനായതുകൊണ്ട് എനിക്ക് അവിടം നേരെ കാണാൻ കഴിയും. ഈ 100 യോജന കടക്കുവാൻ സാധിക്കുന്നവന് സീതാദേവിയെ നിശ്ചയമായും കണ്ടിട്ട് വരാം. എൻ്റെ സഹോദരനെ വധിച്ച
ദുഷ്ടനെ എങ്ങനെയെങ്കിലും വധിക്കണം എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ വളരെ ശ്രമപ്പെട്ട് ഈ സമുദ്രം കടക്കണം. പിന്നീട് രാമചന്ദ്രൻ വന്ന് രാവണനെ നിഗ്രഹിക്കും. ഇതാണ് അതിനുള്ള വഴി. 100 യോജന ദൂരം പ്രയത്നിച്ച് ചാടിക്കടന്ന് ലങ്കാപുരിയിലെത്തി സീതാദേവിയെ കണ്ടിട്ട് മറുകര ചാടി വരുന്ന കാര്യം നമുക്കൊരുമിച്ച് ചിന്തിക്കാമെന്ന് വാനരന്മാർ പരസ്പരം പറഞ്ഞു. അടുത്തത് സമ്പാദിയുടെ പൂർവ്വവൃത്താന്തം. സമ്പാദി തൻ്റെ പൂർവ്വവൃത്താന്തങ്ങൾ വാനരന്മാരോട് പറഞ്ഞു. പണ്ട് ഞാനും എൻ്റെ സഹോദരനായ ജടായുവും അഹങ്കാരമുള്ള മനസ്സോടുകൂടി ശക്തിയും വേഗതയും പരീക്ഷിക്കുന്നതിനായി മുകളിലേക്ക് പറന്നു. സൂര്യമണ്ഡലം വരെ ഞങ്ങൾ പറന്നു പൊങ്ങിയപ്പോൾ സൂര്യകിരണങ്ങളേറ്റ് ഞങ്ങൾ പരവശരായി. ജടായുവിൻ്റെ ചിറകുകളിൽ തീപിടിക്കുന്നത് കണ്ട് അവനെ രക്ഷിക്കുന്നതിനായി ഞാൻ അവന് മുകളിൽ പറന്നു കയറി. അപ്പോൾ എൻ്റെ ചിറക് കരിഞ്ഞ് ഞാൻ ഭൂമിയിലേക്ക് പതിച്ചു. ചിറകുകൾ കരിയാതെ അവനും നിലം പതിച്ചു. പക്ഷികൾക്ക് ചിറകുകളാണല്ലോ ആശ്രയം. വിന്ധ്യാചല കൊടുമുടിയിൽ അന്ധനായി വീണ ഞാൻ 3 ദിവസം അവിടെ കിടന്നു. ജീവൻ ശേഷിച്ചിരുന്നതിനാൽ ഉണർന്നു നോക്കിയപ്പോൾ ചിറകുകളില്ല എന്ന് മനസ്സിലായി. ദിക്കോ ദേശമോ ഒന്നും അറിയാതെ വിഭ്രാന്തനായി ഞാൻ ഭാഗ്യത്താൽ നടന്നു ചെന്ന് നിശാകരൻ എന്ന താപസവര്യൻ്റെ പുണ്യാശ്രമത്തിലെത്തി. മഹർഷി എന്നെ കണ്ടിട്ട് മുൻ പരിചയം കൊണ്ട് ചോദിച്ചു, സമ്പാദി, നീ ഇങ്ങനെ വിരൂപനായതെങ്ങനെ? നിന്നെ ഇങ്ങനെയാക്കിയത് ആരാണ്? എത്രയും ശക്തനായ നിന്റെ ചിറകുകൾ ദഹിച്ചു പോകാൻ എന്താണ് കാരണം? നിശാകര മുനിയുടെ ചോദ്യം കേട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ അദ്ദേഹത്തിനോട് പറഞ്ഞു. പിന്നെ വീണ്ടും തൊഴുതുകൊണ്ട് ഞാൻ വിനയപൂർവ്വം ചോദിച്ചു, ദയാനിധേ, എൻ്റെ ചിറകുകൾ നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് എന്നോട് പറഞ്ഞു തരണം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മഹാമുനി ദയയോടുകൂടി പറഞ്ഞു, ഞാൻ സത്യം പറയാം. അത് കേട്ടിട്ട് നീ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചു കൊള്ളുക. ദേഹം നിമിത്തമാണ് ദുഃഖമുണ്ടാകുന്നത്. കർമ്മഫലമായി ഉണ്ടാകുന്നതാണ് ശരീരം. ശരീരത്തിനുണ്ടാകുന്ന അഹങ്കാരം കൊണ്ട് മോഹത്താൽ കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നു. മിഥ്യയായുള്ള അവിദ്യയിൽ നിന്നും അഹങ്കാരമുണ്ടാകുന്നു. അത് ചിൽ സ്വരൂപത്തിൻ്റെ ഛായയോട് ചേർന്ന് നിലകൊള്ളുന്നു. ചുട്ടുപഴുപ്പിക്കപ്പെട്ട ഇരുമ്പുകട്ടയിൽ അഗ്നി ഉണ്ടായിരിക്കുന്നത് പോലെ അഹംഭാവത്തിന് ശരീരവുമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നതുകൊണ്ട് ചേതനയുള്ളവനായി ഭവിക്കുന്നു. ഈ ദേഹമാണ് ഞാൻ. ഇന്നു തന്നെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനാണ് എന്ന് സങ്കല്പിച്ചിട്ട് ജീവൻ കർമാനുഷ്ഠാനം ചെയ്ത് ഫലങ്ങളാൽ ബദ്ധനായിട്ട് മോഹമാർന്ന് ജനന മരണാത്മകമായ സംസാര സാഗരത്തിലെ സുഖ ദുഃഖങ്ങൾ അനുഭവിച്ച് ഹംസപദവി മറന്ന് കാലം കഴിക്കുന്നു. പുണ്യപാപങ്ങളുടെ ഫലമായി മേലോട്ടും കീഴോട്ടുമുള്ള സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ധനസ്ഥിതിക്കനുസരിച്ച് യജ്ഞങ്ങൾ, ദാനങ്ങൾ തുടങ്ങിയ എത്രയോ പുണ്യകർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ദുർഗതിയൊക്കെ നീക്കിക്കളഞ്ഞ് സ്വർഗം പോകി സുഖം അനുഭവിക്കണം എന്ന് കരുതിയിരിക്കുമ്പോൾ മൃത്യു സംഭവിച്ച് താഴെ തലകുത്തി വീഴുന്നു. പുണ്യഫലങ്ങൾ അവസാനിക്കുമ്പോൾ ചന്ദ്രമണ്ഡലത്തിലെത്തിയിട്ട് മഞ്ഞുതുള്ളികളോട് ചേർന്ന് ഭൂമിയിൽ പതിക്കുന്നു. പിന്നീട് ധാന്യാദികളായി രൂപാന്തരപ്പെട്ട് ആമോദം ഉൾക്കൊണ്ട് വളരെ നാൾ വസിക്കുന്നു. അതിനുശേഷം പുരുഷൻ്റെ ചതുർവിധ ഭക്ഷണങ്ങളിൽ ഒരംശമായി തീരും. അത് രേതസ്സായി മാറി സ്ത്രീയുടെ യോനിയിൽ പതിക്കും. യോനിയിലെ രക്തവുമായി കലർന്ന് മറുപിള്ളയാൽ മൂടപ്പെടുകയും ചെയ്യുന്നു. ഒരു ദിവസം കൊണ്ട് അത് ഗർഭപിണ്ഡമായും 5 രാത്രി കണ്ട് അതൊരു കുമിളയുടെ ആകൃതിയായും വീണ്ടും 5 നാൾ കൊണ്ട് അത് മാംസപേശിയായും തീരും. പിന്നീട് പകുതി മാസം കൊണ്ട് ആ മാംസപേശി രക്തം നിറഞ്ഞതായി വരും. അടുത്ത 25 ദിവസം കൊണ്ട് അതിൽ ജീവചലനങ്ങൾ പ്രകടമാകും. പിന്നീട് 3 മാസം കൊണ്ട് അംഗങ്ങളുടെ സന്ധികൾ സജീവമാകും. 4 മാസമാകുമ്പോൾ കൈകാലുകളിൽ വിരലുകൾ തെളിഞ്ഞു വരും. 5 മാസമാകുമ്പോൾ പല്ല്, നഖം, ഗുഹ്യം, കണ്ണ്, കാത്, മൂക്ക് എന്നിവയും രൂപപ്പെടും. 6 മാസമാകുമ്പോൾ കർണദ്വാരങ്ങൾ തെളിയും. 7 മാസമാകുമ്പോൾ ലിംഗം, യോനി, പൊക്കിൾ, മലദ്വാരം എന്നിവ വ്യക്തമാകും. 8-ാം മാസത്തിൽ ശിരോരോമങ്ങൾ മുളച്ചുവരും. 9-ാം മാസത്തിൽ ഗർഭാശയ ഭിത്തിക്കുള്ളിൽ തന്നെ ദിനം പ്രതി വളർന്നു വരികയും ചലിച്ചു തുടങ്ങുകയും ചെയ്യും. 5-ാം മാസത്തിൽ തന്നെ ചൈതന്യമുണ്ടായിരിക്കും. പിന്നീട് ക്രമേണ പൊക്കിൾ കൊടിയിലൂടെ മാതാവിനാൽ ഭക്ഷിക്കപ്പെട്ട ആഹാരത്തിൻ്റെ രസം സ്വീകരിച്ചു വളരുന്നു. കർമ്മബലം കൊണ്ട് അക്കാലത്ത് മൃത്യു ഉണ്ടാകുന്നില്ല. തൻ്റെ പൂർവ്വജന്മങ്ങളെയും കർമ്മങ്ങളെയും കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ട് മാതാവിൻ്റെ വയറ്റിനുള്ളിലെ അഗ്നി കൊണ്ട് തപിപ്പിക്കപ്പെട്ടവനായ തൻ്റെ സ്ഥിതിക്കുള്ള കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി.
100,000 യോനികളിൽ ജനിച്ച ഞാൻ എത്രയെത്ര കർമ്മങ്ങൾ അനുഭവിച്ചു. പുത്രന്മാർ, ഭാര്യമാർ, ബന്ധുക്കൾ, സമ്പത്ത് ഇവയെല്ലാം കോടിക്കണക്കിനുണ്ടായിക്കഴിഞ്ഞു. സ്വന്തം കുടുംബത്തെ പരിപാലിക്കുന്നതിനായി അന്യായമായി ഞാൻ ധനം സമ്പാദിച്ചു കൂട്ടി. അന്ന് ഞാൻ മഹാവിഷ്ണുവിനെ സ്മരിച്ചതുമില്ല, കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചതുമില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ അനുഭവിക്കുന്നത്. ഈ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു പോകാൻ എനിക്ക് എപ്പോൾ അവസരം ലഭിക്കും? ഇനി ഞാൻ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യുകയില്ല, സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. ശ്രീനാരായണ സ്വാമിയെ അല്ലാതെ മറ്റാരെയും ഞാൻ ഒരിക്കലും പൂജിക്കുകയുമില്ല. ഇപ്രകാരം ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ജീവൻ ഭക്തിപൂർവം ഭഗവാനെ സ്തുതിക്കുന്നു. 10 മാസം തികയുമ്പോൾ വിധി നിയോഗത്താൽ മനോദുഃഖത്തോടെ ജീവൻ ഭൂമിയിൽ പിറക്കുന്നു. പ്രസവവായുവിൻ്റെ ബലത്താൽ ജീവൻ യോനിദ്വാരത്തിലൂടെ വേദനയോടുകൂടി പുറത്തു വരുന്നു. മാതാപിതാക്കളാൽ വേണ്ട പോലെയൊക്കെ വളർത്തപ്പെട്ടാലും ബാല്യകാലം ദുഃഖമയം തന്നെയാണ്. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും ഒത്തുനോക്കിയാൽ അസഹ്യമാണ്. നീ ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വെറുതെ എന്തിനാണ് ഇതെല്ലാം വീണ്ടും വർണ്ണിക്കുന്നത്? ഞാൻ ദേഹമാണെന്ന ഭാവന കൊണ്ടുള്ള മോഹത്താലാണ് സുഖദുഃഖാദികൾ അനുഭവപ്പെടുന്നത്. ഗർഭസ്ഥാവസ്ഥയിലെ ക്ലേശവും ജീവികളുടെ ജന്മ മരണങ്ങളും ഈ ശരീര നിമിത്തം ഉണ്ടാകുന്നവയാണ്. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് അതീതമായി നിൽക്കുന്നതാണ് ആത്മാവ്. ദേഹം തുടങ്ങിയ വസ്തുക്കളിലുള്ള മമതാബോധം ഉപേക്ഷിച്ച് മോഹമില്ലാതെ നീ ആത്മജ്ഞാനിയാവുക. ശുദ്ധനും ശാന്തനും സനാതനനും ആയ ഈശ്വരൻ മായാതീതനാണെന്ന് അറിയുന്നതോടെ മായാമോഹങ്ങൾ ഇല്ലാതാവും. പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ തീവ്രത അനുസരിച്ച് നീ തത്വബോധത്തോടെ ഭൂമിയിൽ വസിക്കും. മറ്റൊരു ഉപദേശം കൂടി ഞാൻ നിനക്ക് തരാം. നിന്റെ മനസ്സിൽ അല്പം പോലും ദുഃഖമുണ്ടാവുകയില്ല. രാവണനെ വധിച്ച് ഭക്തജനങ്ങൾക്ക് മുക്തി വരുത്തുന്നതിനായി ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി സാക്ഷാൽ മഹാവിഷ്ണു ഭൂമിയിൽ അവതരിക്കും. അദ്ദേഹം ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന കാലത്ത് ക്രൂരനായ രാവണൻ രാമലക്ഷ്മണന്മാർ അകലത്തായ അവസരം നോക്കി മായയാൽ സീതാദേവിയെ മോഷ്ടിച്ച് ലങ്കയിൽ കൊണ്ടുപോകും. അപ്പോൾ സീതാദേവിയെ അന്വേഷിക്കുന്നതിനായി സുഗ്രീവന്റെ ആജ്ഞയാൽ വാനര സമൂഹം ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്തെത്തും. അവിടെ വെച്ച് യാദൃച്ഛികമായി നീ വാനരന്മാരെ കണ്ടുമുട്ടും. നീ അവരോട് സീതാദേവി എവിടെയാണ് വസിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. ആ സമയം നിനക്ക് പുതിയ ചിറകുകൾ മുളച്ചു വരുമെന്നുള്ളതിൽ സംശയമില്ല. പണ്ട് നിശാകര മഹർഷി ഇപ്രകാരമെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പുതിയ നല്ല ചിറകുകൾ മുളച്ചു വരുന്നത് കണ്ടു. ഉത്തമ താപസന്മാരുടെ വാക്കുകൾ സത്യമാകാതെ വരികയില്ല. ശ്രീരാമകഥാമൃതത്തിൻ്റെ മഹത്വം ആർക്കും ചിന്തിച്ചറിയുവാൻ സാധ്യമല്ല. രാമനാമത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. നിങ്ങൾ നന്നായി പ്രയത്നിക്കുകയാണെങ്കിൽ ഇന്നു തന്നെ സമുദ്രം തരണം ചെയ്ത് സീതാദേവിയെ കണ്ടെത്താനാകും. രാമനാമ സ്മൃതി കൊണ്ട് എല്ലാവരും ജീവിത സാഗരത്തെ കടക്കുന്നു. രാമപത്നിയെ കണ്ടെത്താനായി പോകുന്ന രാമഭക്തന്മാരായ നിങ്ങൾക്ക് ഈ സമുദ്രത്തെ കടക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഉത്തമനായ സമ്പാദി പറന്നു മറഞ്ഞു. സമുദ്രലംഘന ചിന്ത. സമ്പാദി മറഞ്ഞതിന് ശേഷം വാനരന്മാർ കൗതുകത്തോടെ ഉഗ്രങ്ങളായ വൻ മുതലകളുടെ കൂട്ടത്തിൽ ഭയമുളവാക്കുന്ന മഹാസമുദ്രത്തെ കണ്ട് പരസ്പരം പറയാൻ തുടങ്ങി. നമ്മൾ ഇതിനെ എങ്ങനെ കടക്കും? ഇതിൻ്റെ മറുകര കാണാനുമില്ല. വാനരന്മാരെ, നടക്കാത്ത കാര്യം ചിന്തിച്ച് ദുഃഖിതരായി നാം മരിക്കുന്നത് എന്തിന്? ബലിപുത്രനായ അംഗദൻ വാനരശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഏറെ വേഗതയും കരുത്തും പരാക്രമവും ഉള്ള ശൂരന്മാരാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് ഇത് സാധിക്കാൻ കഴിവുള്ളവർ മുന്നോട്ട് വന്ന് പറയണം. അയാൾ നമ്മുടെ പ്രാണനെ എല്ലാം രക്ഷിച്ചുകൊള്ളും. രാമലക്ഷ്മണന്മാരുടെയും സുഗ്രീവൻ്റെയും ദുഃഖമില്ലാതാക്കി അവരെ രക്ഷിക്കുന്നതും അയാളായിരിക്കും. അംഗദൻ ഇങ്ങനെ പറയുന്നത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ആരും ഒന്നും പറഞ്ഞില്ല. അംഗദൻ വാനരന്മാരോട് പിന്നെയും പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ കഴിവ് സ്വയം ചിന്തിച്ച് പറഞ്ഞാലും. അംഗദൻ്റെ വാക്കുകൾ കേട്ടൊരു വാനരൻ താൻ 10 യോജന ചാടാം എന്ന് പറഞ്ഞു. മറ്റൊരു വാനരൻ തനിക്ക് 20 യോജന ചാടാൻ കഴിയുമെന്നും വേറൊരുവൻ അവന് 30 യോജന ചാടാനാകുമെന്നും അപരൻ 40 യോജന ചാടാനാകുമെന്നും പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും 50, 60, 70, 80, 90 യോജന വരെ ചാടാമെന്നേറ്റു. എന്നാൽ കടൽ 100 യോജനയുണ്ടല്ലോ.
ഇതെല്ലാം കേട്ട് ജാമ്പവാൻ പറഞ്ഞു, ഇക്കൂട്ടത്തിൽ ആർക്കും ഒരു കടൽ കടക്കാനാവില്ലെന്നത് തീർച്ചയാണ്. പണ്ട് മഹാവിഷ്ണു വാമന രൂപിയായി 3 ലോകങ്ങളും അളന്നെടുത്തപ്പോൾ എൻ്റെ യൗവനകാലമായിരുന്നു. അന്ന് ഞാൻ പെരുമ്പറ കൊട്ടി 10 നിമിഷം കൊണ്ട് 21 പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം വെച്ചവനാണ്. ഇന്ന് വൃദ്ധനായി പോയതുകൊണ്ട് കടൽ കടക്കാൻ കൂടി കഴിവില്ലാതായി. കാലസ്വരൂപനായ ഭഗവാന്റെ ലീലകൾ അത്ഭുതകരമാണ്. ജാമ്പവാൻ പറയുന്നത് കേട്ട് അംഗദൻ പറഞ്ഞു, അങ്ങോട്ട് ചാടാൻ എനിക്ക് കഴിയും, പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു ചാടുന്നത് എനിക്ക് പ്രയാസമാണ്. അങ്ങേക്ക് സാധിക്കുമെങ്കിലും സ്വാമിയായ അങ്ങയെ ഭൃത്യന്മാർ അയക്കുകയില്ല. ഇവരിൽ ആരെങ്കിലും കഴിവുള്ളവരായി ഉണ്ടാവും. ആർക്കും സാമർഥ്യമില്ലെങ്കിൽ നാം ഉപവാസം അനുഷ്ഠിച്ച് മരിക്കുന്നതാണ് നല്ലത്. അംഗദൻ ഇപ്രകാരം പറയുന്നത് കേട്ട് ജാമ്പവാൻ പറഞ്ഞു, ഹനുമാൻ എന്താണ് ഇങ്ങനെ ഒന്നും പറയാതെ ചിന്തിച്ചിരിക്കുന്നത്? ദുഃഖിയും സമുദ്രം കടക്കുവാൻ യോഗ്യനായി ഞങ്ങൾ കാണുന്നില്ല. ദുഃഖിയും സമുദ്രം കടക്കുവാൻ യോഗ്യനായി നിന്നെയല്ലാതെ മറ്റാരെയും ഞങ്ങൾ കാണുന്നില്ല. ശ്രീപാർവതിയുടെ ഗർഭത്തിൽ പിറന്ന മഹാദേവ ബീജമല്ലേ നീ? വായുപുത്രനായ നിനക്ക് വായുവിനേക്കാളും വേഗതയും ബലവുമുണ്ട്. സിംഹത്തെ വധിച്ച് ദുഃഖമില്ലാതാക്കിയ കേസരി എന്ന വാനരനാഥന് അഞ്ജനയിൽ പിറന്ന സത്വഗുണപ്രധാനനാണ് നീ. അഞ്ജനയുടെ ഗർഭത്തിൽ നിന്നും പിറന്നു വീണപ്പോൾ തന്നെ നീ 500 യോജന മുകളിലോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നു. സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നത് കണ്ടിട്ട് അത് തുടുത്ത പഴമാണെന്ന് കരുതി ഭക്ഷിക്കാൻ ചാടിയതും അടുത്തു ചെന്നപ്പോൾ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് നീ നിലംപതിച്ചു. അപ്പോൾ ദുഃഖിതനായ വായു ഭഗവാൻ നിന്നെയും കൊണ്ട് പാതാളത്തിലേക്ക് പോയി. ആ സമയം ത്രിമൂർത്തികളും 33 ദേവന്മാരും നാരദൻ തുടങ്ങിയ മഹർഷികളും പ്രളയകാലത്ത് പോലും മരണമുണ്ടാവുകയില്ല എന്ന് നിന്നെ അനുഗ്രഹിച്ചു. കീഴ്ത്താടിയിൽ മുറിവ് പറ്റിയതുകൊണ്ട് ഹനുമാൻ എന്ന പേര് വേദമൂർത്തികളായ ദേവന്മാർ നിനക്ക് നൽകി. നീ ആ കഥയെല്ലാം മറന്നുപോയോ? നിന്റെ കയ്യിലല്ലേ ശ്രീരാമൻ മോതിരം തന്നയച്ചത്? അതെന്തിനാണെന്ന് നീ ഓർത്തോ? നിന്റെ ബലവും വീര്യവും വേഗവും വർണ്ണിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കുകയില്ല. ജാമ്പവാന്റെ വാക്കുകൾ കേട്ട് ഹനുമാൻ സന്തുഷ്ടനായി എഴുന്നേറ്റു. ബ്രഹ്മാണ്ടം ആകെ കുലുങ്ങുമാറ് അവൻ ആഹ്ലാദത്തോടെ സിംഹനാദം മുഴക്കി. വാമനമൂർത്തിയെപ്പോലെ വളർന്ന് പർവ്വതതുല്യ ശരീരനായി മാറി അവൻ പറഞ്ഞു, ശ്രീരാമൻ തന്ന അങ്കുലീയം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഈ സമുദ്രത്തെ കടന്ന് ലങ്കാ നഗരിയെയും ഭസ്മമാക്കി രാവണനെ വംശത്തോടെ നശിപ്പിച്ച് സീതാദേവിയെയും കൊണ്ട് തിരിച്ചു വരാനോ അല്ലെങ്കിൽ രാവണനെ ബന്ധിച്ച് പതുക്കെ ഇടതു കൈയിലും 3 കൊടിമുടികളോട് കൂടിയ ലങ്കാപുരത്തെ വലതു കൈയിലും എടുത്ത് ശ്രീരാമപാദത്തിൽ വച്ച് നമസ്കരിക്കാനോ കഴിയും? ഹനുമാന്റെ വാക്കുകൾ കേട്ട് ജാമ്പവാൻ പറഞ്ഞു, നീ ദേവിയെ കണ്ടിട്ട് തിരികെ വരിക. രാവണനോട് പിന്നീട് എതിരിടാം. രാവണനെ ശ്രീരാമൻ വധിക്കും. ആ സമയം നിനക്ക് വിക്രമമെല്ലാം കാണിക്കാം. ആകാശമാർഗം പോകുന്ന നിനക്ക് ഒരു വിഘ്നവും ഉണ്ടാവുകയില്ല. നിനക്ക് മംഗളം ഭവിക്കട്ടെ. വായുഭഗവാൻ നിന്റെ കൂടെയുണ്ടല്ലോ. ശ്രീരാമകാര്യത്തിനു വേണ്ടിയാണല്ലോ നീ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞ് വാനരന്മാർ ഹനുമാനെ ആശീർവദിച്ചു. അതിനുശേഷം ഹനുമാൻ മഹേന്ദ്രഗിരിയുടെ മുകളിൽ കയറി ഗരുഡനെ പോലെ ശോഭിച്ചു. ഇപ്രകാരം കഥ പറഞ്ഞിട്ട് ശാരിക പൈതൽ ആനന്ദത്തോടെ ഇരുന്നു. കിഷ്കിന്ധാകാന്ഡം ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് നാളെ വായിക്കേണ്ടത് സുന്ദരകാന്ഡാണ്. നാളെ അത് വായിക്കാം. എല്ലാവർക്കും നമസ്കാരം.